പെൻഷനൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. ബാങ്ക് മാനേജർ റിട്ടയർ ചെയ്ത ആളാണ്. പെൻഷൻ കിട്ടി തുടങ്ങിയില്ല ഇതുവരെ. പറഞ്ഞതാണ്. ബാങ്ക് മാനേജർ പാടാൻ പറ്റിയ പാട്ടാണ് ഈ പൈസ ഇല്ല കയ്യിലൊരു നയാ പൈസ. പൈസ ഉണ്ടാവട്ടെ അല്ലേ, ഉണ്ടായി നിറയട്ടെ. നമസ്കാരം. ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ കേരള കോളിംഗിൻ്റെ ഇടയിൽ ഇറങ്ങിയതാണ് എന്നാലും തെറ്റിദ്ധരിക്കേണ്ട. ഒരു റിലാക്സേഷനും ഇല്ല, ഓട്ടത്തോട് ഓട്ടം തന്നെയാണ്. അപ്പോൾ വഴിക്ക് വെച്ച് ഞാനൊരു വലിയ കലാകാരനെ കണ്ടു. അദ്ദേഹം സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ തുടങ്ങി ആകാശവാണി വഴി ടെലിവിഷനിലൂടെ സിനിമയിലെത്തി അങ്ങനെ കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോൾ പോലും സർക്കാർ സർവീസിൽ, ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുകയും ഇപ്പോൾ റിട്ടയർ ആവുകയും ചെയ്തു. ഫുൾ ടൈം ഇനി ഞാൻ കലാരംഗത്തുണ്ട് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു കലാകാരൻ. എല്ലാവരും വേറെ തരത്തിലൊക്കെ വിശേഷിപ്പിക്കും. എനിക്ക് ഒറ്റ വിശേഷണമേ ഉള്ളൂ, പ്രിയ സുഹൃത്ത് എസ് ജോയി. നമസ്കാരം. അല്ല, ഞാൻ ആദ്യമേ അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ, കണ്ണിൻ്റെ ലെൻസിന് മാറ്റം മാറുകയല്ലോ ചെയ്തു? എൻ്റെ കഴിഞ്ഞ ദിവസം കണ്ണിൽ ആരോ അടിച്ചായിരുന്നു. അതിൻ്റെ ഒരു മണ്ണാണോന്ന് അറിയില്ല. പ്രോഗ്രാം കൊണ്ട് നീയൊക്കെയാണോ കേരള കോളിംഗ് കൊണ്ട് നടക്കുന്നത്? അതല്ല, ചിരട്ടിച്ച് കാണുന്നുണ്ടോ? കാരണം വലിയ കലാകാരൻ, വലിയ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് അല്ല എല്ലാവരും. അല്ല, ഈ അടുത്ത് നമ്മൾ സ്റ്റേജ് ഷോ ചെയ്തപ്പോൾ ഒരു ചെറിയ വലിയ കലാകാരൻ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെറുതായി കാണേണ്ട കാര്യമില്ല. നമ്മൾ വലിയ കലാകാരൻ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്നേക്കാൾ വലിയ കലാകാരൻ എന്നുള്ള കാര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അഹങ്കരിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ നിന്ന് തുടങ്ങി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ എനിക്കൊരു മുട്ടായി മാല കിട്ടി. അതാണ് എൻ്റെ. എന്ത് ചെയ്യാനായിരുന്നു ഏത് സ്കൂളിൽ പഠിക്കുമ്പോൾ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു നാടകം പാപ്പാൻ്റെ ദൂഷി, പഴയ അതെ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് ഈ 12 മണിയായപ്പോൾ സൂചി കാണാനില്ല, ഒരെണ്ണം കാണാൻ. എന്നാൽ പിന്നെ എവിടെയാടാ അത് എൻ്റെ ദൂഷി എന്ന് വെച്ചിട്ട് പാപ്പ വന്ന് എന്നെ കയറിയിട്ട് അടിക്കുകയാണ്. അപ്പം ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തി വടിയിട്ട് അടിക്കുകയാണ്. അപ്പം എനിക്ക് സ്റ്റേജ് സ്വഭാവം കൊണ്ട് ഈ പറയല്, അപ്പം അത് ഭയങ്കര ഒറിജിനലായി, അതിന് നാച്ചുറലായി. അപ്പം ഞാൻ അയ്യോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് നിക്കറൊക്കെ എടുത്ത് കൊടുക്കുകയാണല്ലോ, അല്ലാതെ ബട്ടറൊന്നും ഇല്ലല്ലോ. ഞാൻ അയ്യോ ഇങ്ങനെ ഇത് വയറും ചൊട്ടിച്ചതും താഴെ പോയി. അങ്ങനെ അതൊരു ചിരിയുമായി. അപ്പം അവർ സങ്കടപ്പെടുത്തുന്നൊരു സാധനം, അയ്യോ മോനെ ഞാൻ അറിഞ്ഞില്ലടാ എന്നൊക്കെ പറയാനുള്ള ഇതിനു മുമ്പ് തന്നെ ഇതിന് കൂട്ട ചിരിയായി അവശേഷിച്ച്. അതാണിത്. പിന്നെയാണ് മുട്ടായി ഇത് സംഭവം. പിന്നെയാണ് അത് അല്ല, ഈ സ്റ്റേജിലല്ല ഒരു മുട്ടായി കിട്ടിയ മുട്ടായി മാല, അത് അടുത്ത സ്റ്റേജിൽ പോയത്. മുട്ടായി അങ്ങനെയാണ് സ്റ്റേജിൽ ആരെങ്കിലും ഒക്കെ നമ്മൊന്ന് പ്രോത്സാഹിപ്പിക്കണമല്ലോ കയറി വിടാനായിട്ട്. നീ അത് ചെയ്യ്, കൊള്ളാം മോനെ, നീ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട്. ഹലോ, നന്നായിട്ടുണ്ട് ഇന്റർവ്യൂ, നീ കുറച്ച് കൊള്ളാം, അല്ല എന്നെ പ്രോത്സാഹിപ്പിക്കാനല്ല, അന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്ടതായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മാവനായിരുന്നു. അമ്മയുടെ സഹോദരൻ ബാബുരാജ് എന്ന പേര് മരിച്ചുപോയി, പോസ്റ്റ്മാനായിരുന്നു. അദ്ദേഹം എന്നെ കലാഫീൽഡിലോട്ട് ഇറക്കാൻ ഭയങ്കര ഒരു താല്പര്യം കാണിച്ചു. ആദ്യമായിട്ട് പിന്നെ പ്രേംനസീറിനെ കൊണ്ട് കാണിച്ച് ഷേഖാൻ്റെ ഒക്കെ മടിച്ചു തന്നു. അപ്പം ഞാൻ പൊങ്ങിയില്ലേ. അന്ന് പൊക്കം കൊണ്ടായിരിക്കും ചിലപ്പോൾ നേരത്തെ തോന്നിയത്. ഇത് ഈ അമ്മാവന്റെ കാര്യം പറയുമ്പോഴേ എന്നെയും എൻ്റെ അമ്മയുടെ ഒരു സഹോദരൻ, 8 സഹോദരന്മാരാണ്, അതിൽ ഇളയ സഹോദരൻ സുഹോദരൻ എന്നാണ്. എന്നെ എപ്പോഴും ഞാൻ അഭിനയിക്കാനായിട്ട് നടക്കുമ്പോഴേ എൻ്റെ അടുത്ത് എപ്പോഴും ഇടയ്ക്ക് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ, തിരുവനന്തപുരത്താണല്ലോ, അലഞ്ഞിരിഞ്ഞ് അടക്കമാണല്ലോ, എന്തെങ്കിലും അഭിനയിച്ചോടാ. ഇപ്പോൾ അന്ന് ദൂരദർശനം ഒക്കെ ഉള്ള കാലം. ഞാനൊരു പ്രോഗ്രാം ചെയ്തു, വേറെ ഒന്നും കിട്ടുന്നില്ല, കാശ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയും എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുക. അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചു. അതൊരു ഞാൻ ശരിക്കും മനുഷ്യർ വരുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു.
ആണല്ലേ, കാണാൻ പറ്റിയില്ല. നമ്മുടെ നല്ല ഞാനൊരു കലാകാരനായി അല്ലെങ്കിൽ ഒരു നടനായി എന്ന് അറിയുന്ന സമയത്ത് അദ്ദേഹം ഇല്ലായിരുന്നു. അതൊരു വിഷമമായിട്ടുണ്ട്. അത് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, നമ്മൾ നല്ലൊരു പൊസിഷനിലായി കാണുന്നത്. എനിക്ക് എൻ്റെ ഫാദർ, ഞാനൊരു വലിയ ഇങ്ങനെ സിനിമാ നടനും അതൊക്കെ ആയിട്ടുണ്ട്. അപ്പം ജൂനിയർ അസിസ്റ്റൻ്റായിട്ടാണ് ഞാനൊരു മാനേജർ അല്ലെങ്കിൽ സീനിയർ മാനേജർ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റിയില്ലല്ലോ, അച്ഛന് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ദുഃഖങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. വിഷമങ്ങൾ ഉണ്ടാവണം, അതായത് നമുക്ക് ഓർക്കാനും പറയാൻ എല്ലാം സന്തോഷമായ തന്നെ എന്തായിരിക്കും അല്ലേ. അത് കഴിഞ്ഞ് സിനിമ അച്ചുവേട്ടൻ്റെ വീടാണ് സിനിമ അച്ചുവേട്ടൻ്റെ വീട്. അദ്ദേഹം കാസ്റ്റ് ചെയ്യായിരുന്നു. അതെ, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭയായിരുന്നു. അപ്പോൾ അത് പത്രങ്ങളിലും റേഡിയോയിലും എല്ലാം അതൊരു വലിയ വാർത്തയായപ്പോൾ അങ്ങനെ അദ്ദേഹം അന്ന് ഈ ടെലിവിഷൻ ചാനലുകളില്ല, ഓൺലൈൻ മാധ്യമങ്ങളില്ല, പത്രങ്ങളിലൂടെയും ടിവിയിലൂടെയും റേഡിയോയിലും മാത്രം നമ്മൾ അറിയും. പത്രങ്ങളിലൂടെ അറിയുന്ന അറിവ് രാവിലെ വരുന്ന പത്രം ഇവിടെ കിടക്കും, വരുന്നവരും പോകുന്നവരും എല്ലാ പ്രാവശ്യവും കാണും. പത്രമാണല്ലോ, ഇങ്ങനെ കണ്ട് 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 അതവിടെ കിടക്കും. ടി വിയിൽ എന്ന് പറഞ്ഞാൽ മാഞ്ഞു പോകത്തില്ല. പത്രവാർത്ത ഒരു വാർത്തയായി. വാർത്തകൾ എങ്ങനെയാണ് വാർത്തകൾ ഉണ്ടാകുന്നത് നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടാതെ ഞാനും ആളും കൂടെ കല്ലെടുത്തെറിയാണ്. ജോബിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ അറിയാം, ജോബിയുടെ വൈഫ് സൂസനും എല്ലാവർക്കും സുപരിചിതയാണ്. കാരണം ഞാനും എൻ്റെ ആളിലും കൂടെ രണ്ടുപേരും കൂടെ അസാധ്യമായിട്ട് സൂസൻ ടെലിവിഷൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടമ്മയെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അടക്കി ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. നല്ലൊരു കലാകാരി, നീ മര്യാദയ്ക്ക് ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ബാക്കി നോക്കാൻ എനിക്കറിയാം. പക്ഷെ അന്ന് അവിടെ ടി വിയുടെ മുമ്പ് വന്നപ്പോഴല്ലേ ഇതെല്ലാം ജോജുവിനെ അങ്ങോട്ട് മാറി ഞാൻ വിചാരിച്ചു വീട്ടിനകത്തെ കലയേ ഉള്ളൂ, അടുക്കളയിലെ കലാപരമായ സംഭവങ്ങളേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നിർബന്ധിച്ച് ഇവര് അവിടെ ഇങ്ങനെ ഭാര്യയും ഭർത്താവും പങ്കെടുക്കുന്ന ഒരു ഷോയാണ്, നിങ്ങൾ വരണം, വന്നേ പറ്റൂന്ന് നിർബന്ധപ്രകാരം അങ്ങനെ നമ്മൾ പോയപ്പോൾ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവളവിടെ നിന്ന് സ്റ്റേജ് കൊടുത്തും എൻ്റെ എല്ലാ ഇതും പോകും, എല്ലാം ഇതുവരെ ഉണ്ടായിരുന്നു, സർവ്വ വെയിറ്റും പോകുന്നു. പക്ഷെ എന്നെ അവള് പൊക്കിക്കൊണ്ട് വെച്ചു. രസകരമായ സംഭവം ഉണ്ടായി കേട്ടോ. ഈ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വരുന്നു, പിന്നെ ട്രെയിൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിൽ ചെന്നപ്പോൾ തന്നെ വലിയ അയ്യോ കണ്ടു കേട്ടോ, നന്നായിരിക്കും ഞാനിങ്ങനെ മാറി നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ട്രെയിനകത്തും ഒക്കെ അവിടെ വലിയ കാര്യമായിട്ട് നന്നായിരുന്നു, വളരെ ഗംഭീരമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ. മമ്മൂട്ടിയെ മോഹൻലാലോ ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ കൊള്ളാവുന്നത് അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ളത്? മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി രണ്ടുപേരും ഇഷ്ടമാണെന്നാണ്. ഏറ്റവും അടുപ്പം ആരുമായിട്ടും കഷ്ടമില്ല, എല്ലാവരും ഇഷ്ടമായിട്ട് തന്നെ, എല്ലാവരും രണ്ടുപേരുമായിട്ട് ഒരുപോലെ അടുപ്പമുണ്ട്. ഏറ്റവും അടുത്ത് കണ്ടത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. കാരണം അമ്മയുടെ മീറ്റിങ്ങിന് പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായി, അതിനെന്നെ കിട്ടില്ല. ഇവരിൽ ആരാണ് ഇഷ്ടം മോശം ഒന്നിനൊന്നിനെ മെച്ചമൊന്നും എല്ലാവർക്കും അഭിനയശേഷി അളക്കാനല്ല, അവരുമായിട്ടുള്ള ബന്ധം രണ്ടുപേരുമായിട്ടും നല്ല ബന്ധമുണ്ട്. അവർക്ക് ഇങ്ങോട്ടും അങ്ങനെയാണല്ലോ ബന്ധം എന്ന് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്, ഉണ്മയല്ല. എനിക്ക് നല്ല ബന്ധമാണ്, അവരിങ്ങോട്ടൊരു ബന്ധമില്ല. യേശുദാസ് പാടുമ്പോ യേശുദാസിന്റെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട്, പിന്നെ എപ്പോഴും പിന്നെ പാടിയപ്പോ ഞാൻ പാടി എന്ന് വിട്ട് പറയുന്ന പോലെ ഇത് പറയണ്ടല്ലേ. മോഹൻലാലുമായിട്ടാണ്. നമുക്കായിട്ട് ഒരു വെള്ളി നക്ഷത്രത്തിൻ്റെ വാർത്ത മുഴുവൻ, ഒരു പേജ്, ഒരു വെള്ളി നക്ഷത്രം മുഴുവൻ, ആ ലെക്ക മുഴുവൻ ഓണപ്പതിപ്പിന് ഞങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ലാലേട്ടനായിട്ട് മനോരമ ബസ്സിലോട്ട് എന്ന് പറഞ്ഞ സിനിമ. അതൊക്കെ പറഞ്ഞു നമ്മൾ അതാ കേൾക്കാറില്ലല്ലോ, ഇത് പകർത്തുകയല്ലേ, കേൾക്കണം. ബസ്സിലോട്ട് നല്ല സംഭവമായിരുന്നു അതിനകത്ത്. പിന്നെ ജഗതി ചേട്ടനും ഒക്കെ ആയിട്ട് അഭിനയിക്കാനുള്ളൊരു എല്ലാവരുമായിട്ടും
ഒരുമിച്ച് കൂടിയിരുന്ന് ഈ രസകരമായ സംഭവം എന്ന് പറയുന്നത് സിനിമ അഭിനയിക്കുമ്പോൾ മാത്രമല്ല അതിനകത്തിരുന്ന് നമ്മളിങ്ങനെ സ്വറ പറയുന്നൊരു സംഭവം അതൊക്കെ ആയിട്ടും അത് എല്ലാം ഇതൊക്കെ ഓൺലൈനാണ് എന്ന് പറയാനുള്ളതാണ്. നമ്മൾ ഡീസന്റ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നമുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായി. ബ്രേക്കിനിടയിൽ നല്ലതായിട്ട് ജീവിക്കും. നല്ല അല്പം അടുത്ത ഭാഗം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ നാളെ ഇന്ന ഇതാണ്, നല്ല കാര്യങ്ങൾ ചിന്തിക്കണം. നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതാണ് മനസ്സ് നിറങ്ങി വരികയാണ്. ഇല്ല, പറയാനുള്ള എന്താ, ഞങ്ങൾ നമ്മൾ ഇതുപോലെ പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞിരിക്കും. അതൊക്കെ നമ്മൾ ഈ തമാശ ഉണ്ടാകുന്ന ഒരാളെ കളിയാക്കുമ്പോഴാണോ അതോ പിന്നെ എങ്ങനെയാണ് ഈ തമാശ ഉണ്ടാവും? കളിയാക്കുന്ന തമാശകൾ കഴിയുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ്. നിർദോഷ ഫലിതങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണല്ലോ. ഒന്നാമത് ഇപ്പോൾ പിന്നെ ബോഡി ഷെയിം സംഭവങ്ങളും ഒക്കെ ഉണ്ടാകും. ബോഡി ഷെയിമിങ്ങും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒക്കെ കാലമാണ്. പണ്ട് പറഞ്ഞ ഒരു തമാശ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല. മതപരമായിട്ടും ആക്ഷേപിക്കാനും പറ്റില്ലല്ലോ. അത് പണ്ടില്ലായിരുന്നു. നിർമ്മാല്യത്തില് ഒരിക്കലും പി ജെ ആന്റണി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. അത് ഓരോന്നിനും ഓരോ റൂൾസ് അറിയാതെ ഉണ്ടായി. അതെ, പിന്നെ സ്വന്തമായിട്ട് കളിയാക്കിക്കൊണ്ട് പിന്നെ ശ്രീനിവാസൻ പോലെയൊക്കെ സ്വന്തമായിട്ട് കളിയാക്കിക്കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഹാസ്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിനകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തിനും ഒരു ഭരിത കിട്ടുമെന്നുള്ളതാണ്. അല്ലേ? ഏത് മേഖലയിലാണ് നമുക്ക് ഒരു മരണ വീട്ടിൽ ചെന്നാലും തമാശ കണ്ടെത്താൻ പറ്റുന്ന കണ്ണ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചിരിക്കാം. അതെ, അവിടെ മറ്റേ ഈ സുകുമാർ സാറിൻ്റെ സാധനമുണ്ട് കേട്ടോ. ഒരു ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കിടന്നപ്പോഴും ഒരു മോൻ അച്ഛ മാമൻ കണ്ട മൂക്കിനകത്ത് ബബിൾക്കെ കയറ്റി വെച്ചിരിക്കുകയാണെന്ന് ഉറക്കെ ഈ കരഞ്ഞോണ്ടിരുന്നവരുണ്ട്. അതെ, സുകുമാർ സാർ എൻ്റെ ഗുരുവാണ് കേട്ടോ. എനിക്ക് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത സാർ നിലനിൽക്കുകയും ചെയ്യും. സാറ് ഇപ്പം നമ്മളെ വിട്ട് പോയെങ്കിലും സാറിൻ്റെ ആ ഒരു ഓർമ്മ എന്നെന്നും നിലനിൽക്കും എന്നുള്ളതാണ്. നടികളുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങളാണ് ഈ സിനിമ ബസ് റൂട്ടും മറ്റേ ഒരുപാട് ബസ്സുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് നടികളുമായിട്ടൊക്കെ ഉള്ള ബന്ധം ഓരോന്ന് മനസ്സിലിരിക്കുന്ന വന്ന സ്ഥിതിക്ക് എന്തായാലും അപ്പുറത്ത് ഭാര്യ കേൾക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഒന്ന് രണ്ട് വഴിക്കാക്കിട്ട് പോയാലോ എന്നുള്ള ചെറിയ ചിന്ത ഉള്ളിൽ. നടികളുമായിട്ട് അഭിനയിക്കുമ്പോൾ നല്ല ബന്ധമാണ്. ആ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഭാര്യയായിട്ട് അഭിനയിക്കുന്നതാണെങ്കിൽ ഭാര്യയാണ്, അപ്പോൾ അഭിനയിക്കുന്ന അത്രയും സമയം ഭാര്യയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ക്യാരക്ടേഴ്സ് അല്ല രണ്ട് എന്താണ് വ്യക്തികൾ, രണ്ട് ക്യാരക്ടേഴ്സ്. അത് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ. അങ്ങനല്ലേ? അങ്ങനല്ലേ ചോദിക്കുമ്പോ എനിക്കൊരു സംശയം. അറിയാവുന്ന ആളാണല്ലോ, അപ്പോ അതെ എന്തോ പാട് കിട്ടിയിട്ടുണ്ടാവോ? പെടാപ്പാടായില്ലല്ലോ. അതെല്ലാം പോട്ടെ. ഗതാഗത വകുപ്പിന്റെ ഗതിവിഗതികൾ മാറ്റിമറിക്കാൻ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുകയാണ്. എന്തൊക്കെ പ്രതീക്ഷയോടെ കാണും? നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ്. നമ്മുടെ കൂട്ടത്തിലെന്ന് പറയുമ്പോൾ കലാകാരന്മാർ, അഭിനേതാക്കൾ. അദ്ദേഹം ഇപ്പോൾ മാത്രമല്ലല്ലോ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായത്, ഇതിനു മുമ്പുമായിട്ടുണ്ട്. അന്ന് തൻ്റേതായ വ്യക്തിത്വത്തിലുള്ള നല്ല ഒരു ഭരണമാണ് അതായത് ട്രാൻസ്പോർട്ടിൽ കാഴ്ചവെച്ചത്. നല്ല നല്ല ബസ്സുകൾ ഇറക്കി ഇപ്പോഴും ഒരുപാട് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തു അല്ലേ? അതായത് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണെങ്കിൽ ഒരു ഇഫ് ഉണ്ട് അതിനകത്ത്. എങ്കിലും ഇത്രയും നല്ല 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 പ്രവർത്തനങ്ങൾ എല്ലാം അറിയാമല്ലോ. പരിഷ്കാരങ്ങൾ, ഒത്തിരി പരിഷ്കാരങ്ങൾ പറഞ്ഞുവല്ലോ അദ്ദേഹം. ആ തരത്തിൽ ഓടാത്ത ബസ്സുകളിൽ പിന്നെ ആവശ്യമില്ലാത്ത ബസ്സുകൾ ഓടിക്കില്ല, എന്നാൽ ആവശ്യമുള്ളിടത്ത് യഥേഷ്ടം ബസ്സുകൾ ഇറക്കും. പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ, കാരണം അവർക്ക് ബസ്സല്ലാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ നഷ്ടം നോക്കില്ല. അതൊക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതെ, ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കാറുണ്ട്? ഇങ്ങനെ ഒരു നമ്മുടെ സ്വാഭാവികമായ ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം കൊടുക്കാനുണ്ട്. എനിക്കൊരു നിർദ്ദേശമുണ്ട്.
അദ്ദേഹം നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. അത് തൻ്റെ അടുത്തോടുകൂടി ചെയ്ത് മുന്നോട്ട് പോവുക. നിർദ്ദേശം മാത്രമായിട്ട് കാര്യമില്ലല്ലോ, തൻ്റെ അടുത്തോടുകൂടി അത് അദ്ദേഹം നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതല്ല വേറെ ഒന്നും നിർദ്ദേശിക്കാൻ ഇപ്പം ഇല്ലല്ലോ നമുക്ക്. നമ്മളെന്തോ നിർദ്ദേശിക്കാനായിട്ട് നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയായിരുന്നേ കൊള്ളാമായിരുന്നു എന്നൊക്കെ എത്ര പേർക്കും പറയാം, ഏത് സാധാരണക്കാരനും പറയാമല്ലോ. അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഇത് കോർപ്പറേഷൻ ആക്കിയാണ് നമ്മുടെ പിന്നെ എന്താണ് തമിഴ്നാട്ടിലൊക്കെ ആ ബസ്സുകളെ ക്ലീൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഏറ്റവും നല്ല ക്ലീൻ ആയിരിക്കണമെന്ന്. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെയുള്ള ചില തമിഴ്നാട്ടിൽ ഒട്ടും വൃത്തിയില്ലാത്തതാണ്, എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ബസ്സും അവിടെ തിരുവള്ളൂരിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് അവരെ ആരാധിച്ച് പോകുന്നതൊക്കെ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രിക് ബസ് വരെ വളരെ പരിതാപകരമായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വളരെ ക്ലീനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഈ ബസ് ഡ്രൈവർ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർ പ്രത്യേകിച്ച് ബസ് ബേയിൽ ഒരിക്കലും നിർത്താറില്ല. ബസ് ബേ പൊതുവേ ഇല്ല, പലയിടത്തും ഒരു 10 സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ഒരിടത്തൊക്കെ ബസ് ബേ ഉള്ളൂ. അവിടെ ബസ് ബേ ഇവർക്ക് ഇഷ്ടമല്ല. ചിലർക്ക് ഈ കമേഴ്ഷ്യലൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ നിന്ന് മൂത്രമൊഴിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയുന്നത്. ഈ ഡ്രൈവർമാർക്ക് ബസ് സ്റ്റോപ്പിലോ ബസ് ബേ ചേർത്ത് നിർത്തുന്നത് ഓടി വരുന്ന വഴി എവിടെയാണോ അവിടെ നിർത്തുന്നത്. അത് റോഡിൽ നടുക്കാണെങ്കിൽ നടുക്ക്, ഇച്ചിരി സൈഡാണെങ്കിൽ നടുക്ക്. അത് നമ്മുടെ ഭാഗ്യം പോലെ. അല്ല, അദ്ദേഹം പറഞ്ഞത് ഈ ഹോട്ടലുകൾ അവർക്ക് പരിചയമുള്ള ഹോട്ടലിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ആ ഹോട്ടലിൽ നീറ്റായിരിക്കണം, ആ ഹോട്ടലിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് എന്തായാലും മിനിമം ക്വാളിറ്റി വേണം, എങ്കിൽ മാത്രമേ ബസ് അവിടെ നിർത്തൂ എന്ന് പറയും. അത് മാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിലുകളിൽ തന്നെ. അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ആദ്യം, സിനിമാ മന്ത്രിയാകാനായിരുന്നു ആദ്യം ആഗ്രഹിച്ചത്. പക്ഷെ അത് കിട്ടിയില്ല, ട്രാൻസ്പോർട്ട്. ആ ട്രാൻസ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി എന്തെല്ലാം മാറ്റങ്ങൾ ട്രാൻസ്പോർട്ടിൽ വരുത്തണമെന്ന്. അപ്പോൾ വ്യക്തമായൊരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് എന്നുള്ളത് പിന്നെ മനസ്സിലാക്കാം. ഇനിയുള്ള പരിപാടികളൊന്നും ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ സുഭദ്ര നമ്മുടെ ശ്രീ ജനാർദ്ദനൻ സുഭദ്രമായിരിക്കണം, സുഭദ്രമായിരിക്കണം. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു സുഭദ്ര ഉള്ളതുകൊണ്ടല്ലേ സുഭദ്ര ചുറ്റി പറ്റി നിൽക്കുന്നത്. സൂസൻ എന്ന് സുഭദ്ര അല്ലാതാവുന്ന കാര്യങ്ങളൊക്കെ മാറി പറയുമെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ജീവിതം സുഭദ്രമായിരിക്കാനാണല്ലോ നമ്മൾ എപ്പോഴും മുന്നോട്ട് ആഗ്രഹിക്കുന്നത്. പറഞ്ഞത് മറ്റൊന്നുമല്ല, KSFBയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ സീനിയർ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. അപ്പൊ അവിടെ KSFBയിൽ സുഭദ്ര എന്ന് പറയുന്ന പദത്തിലാണ് അവിടെ ചുറ്റിയോ ഒക്കെ ഉള്ളത് അല്ലേ. ഇപ്പൊ അഭിനയിക്കുന്ന സീരിയലിന്റെ പേര് സുഭദ്ര. ചുറ്റിയിടാനാണ് എന്നെ അല്ലെ. ഇതിന് എന്താണ് ഇത് ഈട് കൊൽക്കിയിട്ട് വല്ല കാശ് വല്ലതും വാങ്ങിയാൽ പറ്റുമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോകാം. നമ്മളെങ്ങനെ വീണാലും നാലുകാലിൽ വീഴും. ശരി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കലാരംഗത്ത് നമുക്ക് വേണ്ടുന്ന എല്ലാ കോൺട്രിബ്യൂഷൻ എല്ലാം കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ടോ? നമുക്ക് അതെങ്ങനെ പറ്റും? അതാർക്കും ആരും ആഗ്രഹം ആർക്കും തീരത്തില്ലല്ലോ. വീണ്ടും 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 ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കൊണ്ട് നിൽക്കുമല്ലോ. ഞാനെല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് തൃപ്തിയായി. ഇപ്പൊ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഏകദേശം ചെയ്തു കഴിഞ്ഞു എന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യകൃത്തി തരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞെന്ന് തോന്നിക്കുന്നത് കഴിയുന്നില്ല. ജീവിതത്തിലെ ആഗ്രഹങ്ങളൊന്നും കഴിയുന്നില്ല. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള റോളുകളെല്ലാം നന്നായിരുന്നു എന്ന് ചോദിച്ചാൽ നന്നായിരുന്നു, മോശമല്ലായിരുന്നു. എവിടെ ഒന്ന് സ്റ്റാഫ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. ഇല്ലല്ല, മോഹൻലാലും മമ്മൂട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അവരുടെ അഭിനയം എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ യന്ത്രം നല്ല നമ്മുടെ എഴുത്ത് ലിറ്റററി പറഞ്ഞാൽ പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്നത് അച്ചടി യന്ത്രം പോലെ വടിവത്തതാണ്. അല്ലെങ്കിൽ വടിവത്തതെന്നല്ല, അച്ചടി യന്ത്രം, അതിനകത്ത് മാറ്റമില്ല, അത്ര പെർഫെക്ഷനാണ്, നീറ്റാണ്. അതിനകത്ത് ഒരു നല്ല വ്യക്തമായിട്ട് ക്ലിയറായിട്ട് പ്രിൻ്റഡ് ആണ്, കാണത്തില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. മോഹൻലാലാണെങ്കിലും അതാണ് കൈയെഴുത്ത് പോലെ ഫ്രീ ഹാൻഡാണ്.
വൃത്തിയുള്ള നീറ്റായ അങ്ങനെ ഒഴുകി പോകുന്ന ഒരു അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? ഏകദേശം അത് കറക്റ്റാണ്. ഞാൻ പറയുന്നത് ഒരാൾ നടനായി ജനിച്ചയാൾ, ഒരാൾ നടനാകാൻ വേണ്ടി ജനിച്ചയാൾ, അത് എൻ്റെ ഒരു ഡെഫിനേഷൻ ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു ക്യാപ്ഷൻ കിട്ടി. ഇതിപ്പോ ഞങ്ങളിപ്പോൾ ഇറങ്ങേണ്ട ഒരു മോഹൻലാൽ കൈയെഴുത്ത് പോലെ ജോബി നിങ്ങൾ കേട്ടാൽ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു കമ്പനിയിൽ കൊടുത്തത് കേട്ടോ. എന്തൊക്കെ എടുക്കാം. നമുക്ക് കുറച്ച് അധികം കാണാൻ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മോഹൻലാൽ ഫ്രീ ഹാൻഡ് പോലെയാണ്. അദ്ദേഹത്തിന്റെ അഭിനയവും സ്വഭാവവും എല്ലാം അതുപോലെ തന്നെയാണ് അല്ലേ? എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല. എന്നാൽ എങ്ങനെയാണ്? ആണല്ലേ? അല്ല, നിങ്ങളല്ലേ ഒരുമിച്ച് അഭിനയിച്ച, അപ്പോൾ നിങ്ങൾക്കല്ലേ അറിയാവുന്നത് കഥകളൊക്കെ കഥകളൊക്കെ. കഥകളെന്ന് പറഞ്ഞാൽ കഥകൾ ഇറക്കുകയാണല്ലോ സിനിമ. സിനിമ എന്ന് പറയുന്നത് കഥയല്ലേ? അയ്യോ വെറും പടം ചിലർ പറയില്ലേ? ഒരു കാര്യമില്ല, വെറും പടമാണ്. സർക്കസിനെ പറ്റി പറയുന്നത് അവന്റെയൊക്കെ സർക്കസ് അത് കുറേയുണ്ട്. അതിപ്പോ ഈ പൈലറ്റിന് എൻ്റെ വീടിൻ്റെ ഇവിടുത്തെ ഒരു പൈലറ്റ് താമസിക്കും. പൈലറ്റിന്റെ ഭാര്യ പറയും നിങ്ങൾ കൂടുതലും പൊങ്ങല്ലേ. അപ്പുറത്ത് ഒരു വീട്ടിലാണെങ്കിൽ കൂടുതൽ അഭിനയൊന്നും എൻ്റെ അടുത്ത് വേണ്ട, ഇങ്ങനെ നാട്യമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. തൊഴിൽപരമായിട്ടാണ് അവർ പലരും സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും ചുമ്മാതെ ഇവനെയൊക്കെ കാണിക്കുന്നത് വെറുതെയാണ്. എത്ര താഴ്ന്നാലും അവസാനം വെള്ളം തന്നെ അങ്ങനെ കിണർ കുഴിക്കാൻ പോണ അങ്ങനെ പറഞ്ഞൂടെ? അയ്യോ എന്തിനു ഇവനെയൊക്കെ താഴെ പോകും, അവസാനം വെള്ളം തന്നെ. പൈലറ്റിനെ പറ്റി പറഞ്ഞപ്പോ പെട്ടെന്ന് പറയണല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു. ഞങ്ങളുടെ യാത്ര, നമ്മുടെ കേരളം കണ്ടുകൊണ്ട് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തിന്റെ ഒരു കണിക കണ്ടിങ്ങനെ പോലെയാണ്. കളിക്ക വിളയെന്ന് തുടങ്ങി പാറച്ചാൽ ഇപ്പൊ ഏതാണ്ട് കളി കാര്യമായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഞാനൊരു കുറെ കാര്യങ്ങൾ അറിഞ്ഞാലും എന്റെ വിജ്ഞാന ഭണ്ഡാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ അതെന്റെ ജീവിതത്തിലും കാഴ്ചപ്പാടിലും ഒക്കെ ഒരുപാട് മാറ്റം വരുന്ന സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലം വരെ എത്തിയിട്ടുണ്ട്. കുളത്തൂർ എന്ന് പറഞ്ഞാൽ ചില കുറെ നേരം എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഷ അങ്ങ് അറിയാതെ കയറി വരും. എനിക്ക് അങ്ങനെ വരത്തില്ല. ഞാൻ എവിടെ പോയാലും കുളത്തൂറും കയറില്ല, തിരുവനന്തപുരം കയറിയില്ല. ഞാൻ ഇപ്പോഴും എന്റെ കരുനാഗപ്പള്ളി നാട്ടില് ഞാൻ ജനിച്ചു വളർന്ന ഭാഗത്ത് പോയി. ഇപ്പൊ എറണാകുളത്ത് താമസിക്കുമ്പോൾ എറണാകുളം വന്നിട്ടില്ല, ഒന്നും വരത്തില്ല. അത് കരുവായിട്ട് തന്നെ നിൽക്കുന്ന കരുനാഗപ്പള്ളി ഒരു ഗുരുവാവാൻ നമ്മളങ്ങനെ കരുത്തോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ വേറെ എന്താണ്? വേറെ നമുക്ക് ഇനി അടുത്ത് സംസാരിക്കാം. ഇനിയും വേണ്ടേ? ഇതുകൊണ്ട് തീർക്കാനാണ്. അതല്ല, ഇനി നമുക്ക് അടുത്ത് സെക്കൻഡ് പാർട്ട് അപ്പോൾ കേരള കോളിംഗ് കളിയിക്ക വിള തൊട്ട് കുളത്തൂർ വരെ എത്തി നിൽക്കുകയാണ്. ഈ പ്രദേശങ്ങളുടെ പറ്റി എല്ലാ സംബന്ധമായ ഭൂമി തൊട്ട് ഭൂപ്രദേശം എന്താണ് ഭൂമിശാസ്ത്ര കാര്യങ്ങൾ തൊട്ട് അവിടെ കാണുന്ന കാഴ്ചകളെല്ലാം രക്ഷയിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വാർത്തകളും കാണുന്നതിന് സമീപിക്കുക കേരള കോളിംഗ്. പിന്നെ എന്നെ കുറിച്ച് രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിരുന്നു. നല്ല വാക്ക് കണ്ടറിയണം. കൊണ്ടറിയണമെന്നല്ല, കണ്ടറിയണം. എന്നാലേ കൊണ്ടറിയുമെന്ന്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ജൈത്രയാത്ര ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു, കുളത്തൂർ നിൽക്കുന്ന പോലെ നിങ്ങൾ കേരളം മുഴുവൻ സഞ്ചരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ നമ്മളും ഇവിടെ നിൽക്കുന്നു. നമ്മുടെയും മരണാവസരം വരെ നമ്മുടെ ഈ ബന്ധവും അങ്ങനെ തുടരും. കുടുംബപരമായ സൗഹൃദങ്ങളും ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ നേട്ടങ്ങൾ. ചിലതൊക്കെ തന്നെയാണ് കുറച്ച് ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, കുറേ ബാധ്യതകൾ, കടങ്ങൾ, KSF ചിട്ടികൾ, ഇതൊക്കെയാണ് നമ്മളുടെ ജീവിതം, EMI-കൾ. അപ്പൊ എല്ലാ ഭാവങ്ങളും നേരുന്നു. പെൻഷനൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. ബാങ്ക് മാനേജർ റിട്ടയർ ചെയ്ത ആളാണ്. പെൻഷൻ കിട്ടി തുടങ്ങിയില്ല ഇതുവരെ പറഞ്ഞതാണ്.
ഭാഗ്യവാനർക്ക് പാടാൻ പറ്റിയ പാട്ടാണ് ഈ പൈസ ഇല്ല കയ്യിലൊരു പൈസ ഉണ്ടാവട്ടെ അല്ലേ, ഉണ്ടായി നിറയട്ടെ. എല്ലാവരുടെയും കാശുണ്ടാവട്ടെ. നമുക്ക് യാത്ര തുടരണ്ടേ, നമുക്ക് നാളെയും കാണാം. നിങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടാവണം. ഇതുപോലുള്ള കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഇടയ്ക്ക് കലാകാരികളും വേണ്ടേ. തീർച്ചയായിട്ടും ഇറങ്ങി എവിടെ പോകുന്നു? അല്ല, നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ ഞാനും ജനത്തിന്റെ ഇടയിലോട്ടങ്ങ് നീങ്ങിയെന്നുള്ളൂ. ഇതുവരെ നമ്മുടെ സ്വകാര്യമായിരുന്നല്ലോ. ബൈ.